പലതും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൊന്മേരി ശിവക്ഷേത്രത്തിൽ നമുക്ക് എന്തുകൊണ്ട് കുളിച്ചുകൂടാ എന്ന് അവിടുത്തെ അവർണർ ചോദിക്കുകയും അവർ കുളിക്കാൻ പോകുകയും ചെയ്യുന്നു. കുന്നുമ്മൽ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ അങ്ങനെ കുളിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടുള്ളൊരു മുഹമ്മദും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഹമ്മദിന് അമ്പലക്കുളത്ത് പോയിട്ട് കുളിക്കാനായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് പള്ളിക്കുളം ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടായത് എന്ന്, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു ചരിത്രത്തെ എങ്ങനെയാണ് നമ്മുടെ നാട് ചരിത്രവൽക്കരിച്ചെടുത്തത്, നമ്മുടെ നാട് അതിനെ ആവിഷ്കരിച്ചെടുത്തത് എന്നതിൻ്റെ ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. അല്ലാതെ ഒരു പ്രദേശത്തിൻ്റെ മാത്രം ചരിത്രമല്ല. ഞാനിത് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു, കാരണം സമയമായിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾ വെറുതെ എൻ്റെ നാട്ടിൽ വെട്ടത്ത് നാട്ടിൽ പണ്ട് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഇത് ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ ആ ചരിത്രത്തിന് എന്ത് പ്രയോജനമാണുള്ളത് എന്നാണ്. പ്രാദേശിക ചരിത്രം പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ആത്മരതിയായി മാറിപ്പോകാറുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചരിത്രത്തിന് നിങ്ങൾ ഷോക്കേസിനകത്ത് വെക്കുന്ന ആമാടപ്പെട്ടി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഷോക്കേസിൽ വെക്കുന്ന പണ്ടത്തെ കാലത്തെ ചില പെട്ടികളൊക്കെ, ആ പെട്ടി പോലെ നിങ്ങൾക്കിങ്ങനെ വെക്കാം എന്നുള്ളതല്ലാതെ അതിന് കൊണ്ട് മറ്റ് പ്രയോജനങ്ങളൊന്നുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഏകീകരണം, ഇന്ത്യൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ഒരു ഏകീകരണം, ഇത് രണ്ടും കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രാദേശിക ചരിത്രത്തെ നമുക്കൊരു പ്രതിരോധമായി മാറ്റിത്തീർക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നിങ്ങളീ പറയുന്നത് പോലെ ഒരൊറ്റ ചരിത്രം അല്ല എന്നും, മറിച്ച് ഇന്ത്യയിലെ ഓരോ നാടിനും വ്യത്യസ്തങ്ങളായ ഒരു ചരിത്രമുണ്ടെന്നും, ഈ ചരിത്രങ്ങളുടെ മുഴുവൻ സമാഹാരമാണ് ഇന്ത്യൻ ചരിത്രം എന്നും നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ ചരിത്രത്തിൻ്റെ കാര്യത്തിലും പറയാൻ നമുക്ക് സാധിക്കണം. ഏകീകരിച്ചെടുത്ത ചരിത്രങ്ങൾക്ക് നിങ്ങൾക്കൊരൊറ്റ പാഠപുസ്തകം മാറ്റിയാൽ അത് ഇന്ത്യ മുഴുവൻ ആ ചരിത്രത്തെ മാറ്റാനും വരും തലമുറയിൽ അങ്ങനെ ഒരു ചരിത്രബോധത്തെ രൂപപ്പെടുത്താനും സാധിക്കും. പക്ഷെ പ്രാദേശിക ചരിത്രത്തെ നിങ്ങൾ ജീവത്താക്കി ഇങ്ങനെ നിർത്തിയാൽ, നിങ്ങൾക്ക് ഇവിടെ മാറ്റിയാലും ആളുകൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ, അനുഭവിക്കുന്ന ചരിത്രത്തിൻ്റെ ഈ അടയാളങ്ങളെ മാറ്റാൻ കഴിയുകയില്ല. അത് ജനജീവിതത്തിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയും എത്ര വലിയ മഹത്തായ മെഗാ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ മഹാചരിത്രം എത്ര അധികാര രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നാലും അതെപ്പോഴും നിശബ്ദമായിട്ടെങ്കിലും വ്യത്യസ്തമായ ചരിത്രത്വത്തെയും ചരിത്രബോധത്തെയും പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിന് സന്ദർഭം വരുന്ന ഘട്ടത്തിൽ ഈ മഹാചരിത്രത്തിന് നേരെ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള ഒന്നായിട്ട് ഇത്തരം ചെറിയ ചെറിയ ചരിത്രങ്ങളുടെ ആഖ്യാനങ്ങൾ ഉയർന്നു വരികയും ചെയ്യും. അതിനുള്ള സാധ്യതകളായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രാദേശിക ചരിത്രരചനയുടെ ഇന്നത്തെ ഇന്ത്യൻ കേരള സന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം തന്നെ പൂർണ്ണമായി പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അഭിപ്രായമില്ല. ഞാൻ എഴുതിക്കൊണ്ടുവന്ന അത്യാവശ്യം 5-6 പോയിന്റുകളിൽ എല്ലാം തന്നെ പറയാനും എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ പറയാൻ സാധിച്ചു എന്ന ഒരു വിശ്വാസത്തോടു കൂടി ബാക്കി നിങ്ങൾ കൂടി പൂരിപ്പിക്കുക എന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. നമ്മുടെ 3 വിഷയാവതരണവും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഓർഡർ ആദ്യം ബഹുമാനപ്പെട്ട സാറുടെ ക്ലാസ് ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ഉപകാരപ്പെടുമായിരുന്നു. വെട്ടത്തുനാട് അതിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുള്ള മാഷ് പറഞ്ഞു. കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. നമ്മുടെ നാടുകളിലും അത്തരം സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഈ ഒരു സെഷനാണ് കഴിഞ്ഞു പോയത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു മലയാളം യൂണിവേഴ്സിറ്റി നമ്മുടെ ഒരു നാടിലുള്ള ഒരു സർവകലാശാല കൂടിയാണ്. മലയാളം സർവകലാശാലയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചുവടുവെപ്പുകളൊക്കെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇത്തരം സമിതികളും അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളുമൊക്കെ മറ്റുള്ളവർ വന്നുകൊണ്ട് നാടിനെക്കുറിച്ച് പഠിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ നാട്ടുകാർ തന്നെ നാടിനെക്കുറിച്ച് പഠിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ അതൊന്നുകൂടി നാട്ടിന് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് നാട്ടുകാരൊക്കെ ഉള്ള ഒരു സദസ്സ് എന്ന നിലയിൽ പുറത്തു നിന്ന് ആളുകൾ വന്നുകൊണ്ട് ചരിത്രം പഠിക്കുന്ന ഒരു സാഹചര്യം തങ്ങൾക്ക് കൂടി കൂടുതലത് അറിയാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു വേദിയാണ്. ബഹുമാനപ്പെട്ട ശശിധരൻ ക്ലാരി അവറുകളും
വെട്ടത്തു നാട്ടിലെ സാംസ്കാരികതയെക്കുറിച്ച് കൃത്യമായി നമുക്ക് അവബോധം നൽകി നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത സെഷന് മുമ്പ് ചെറിയൊരു ഇടവേള കൂടി കൊടുക്കേണ്ടതുകൊണ്ട് നമ്മുടെ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അതിഥികൾക്കുള്ള ഉപഹാരം നൽകുന്നത് ബഹുമാനപ്പെട്ട ബാബു സാറാണ്. ഉപഹാരം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബാബു സാറെ സാദരം ക്ഷണിക്കുന്നു.